ലോക പുതിയ റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ഈ 35-ാം ദിവസം. ഈ ഒരു 35-ാം ദിവസവും റെക്കോർഡ് പ്രീസെയിലിലൂടെയാണ് സിനിമയുടെ തുടക്കം. ഇന്ന് പ്രീസെയിലിലൂടെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 42 ലക്ഷം രൂപയാണ്. അവധി ദിനങ്ങളിൽ സിനിമ ഞെട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. 942 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 25,000-ഓളം ടിക്കറ്റുകൾ പ്രീസെയിലിലൂടെ വിറ്റുപോയി. സിനിമയുടെ ഇന്നത്തെ ഒക്യുപ്പൻസി 10% തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി വിറ്റുപോയിട്ടുള്ള ടിക്കറ്റുകൾ 48,000-ഓളമാണ്. ഈ ഒരു രാവിലെയും സിനിമയുടേതായി വിറ്റുപോകുന്നത് 2,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇന്നത്തെ ഫൈനൽ ട്രാക്ട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,30,00,000-ന് മുകളിലായിരിക്കും. അതായത് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 1,60,00,000 കടക്കും. ഇന്നലെ ചൊവ്വാഴ്ച റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയത്. 1,27,00,000 രൂപയാണ് ചിത്രം ട്രാക്കിങ്ങിലൂടെ മാത്രമായി നേടിയിരിക്കുന്നത്. 82,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിനിമയുടെ ഓവറോൾ ഒക്യുപ്പൻസിയും 35%-ഓളമായിരുന്നു. 34 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 114,15,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 291,25,00,000 രൂപയ്ക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. 300 കോടിയിലേക്ക് എത്താൻ ഇനി സിനിമയ്ക്ക് 8.5 കോടിയോളമാണ് വേണ്ടത്. 35-ാം ദിവസത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് 300 കോടി അടിക്കുവാനായി 6.5 കോടിയോളം മതിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമയ്ക്ക് എത്താനായി ഇനി 4.5 കോടിയോളമാണ് ആവശ്യമുള്ളത്. ഇന്നത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ 3 കോടിക്ക് താഴേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 23.5 കോടിയാണ്. കർണാടകയിൽ നിന്ന് 14 കോടിക്ക് മുകളിലും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 14.5 കോടിയോളവുമാണ്. നോർത്ത് സർക്കിളിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 7.5 കോടിയോളം നേടിയിട്ടുണ്ട്. ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമ 175 കോടിയിലേക്ക് എത്തുന്നു. സിനിമ എന്നാണ് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്നതെന്ന് കമൻസിലൂടെ ഒന്ന് പറയണേ. അതുപോലെ 300 കോടി എപ്പോൾ അടിക്കുന്നതും കൂടെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.